അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ. ഇന്ന് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുള്ളത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. ഖാല ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. വീണ്ടും നബി തങ്ങൾ ചോദിച്ചു, ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചത് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. ഖാല ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന. വീണ്ടും നബി തങ്ങൾ ചോദിച്ചു, ഈ ദിവസം ഒരു പാവപ്പെട്ട, ഒരു ദരിദ്രനായ ഒരാൾക്ക് ഭക്ഷണം നൽകിയത് ആരാണ്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ അപ്പോഴും മറുപടി പറഞ്ഞത് മഹാനായ സിദ്ദീഖ് തങ്ങളാണ്. ഖാല ഫമൻ ആദാ മിൻകുമുൽ യൗമ മരീള. ഈ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചവർ ഉള്ളത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഒരു ദിവസം ഈ കാര്യങ്ങൾ മുഴുവനും ഒരാൾ ചെയ്താൽ, ഒരാളിൽ സമ്മേളിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെയില്ല, അഥവാ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മഹാനായ സിദ്ദീഖ് തങ്ങൾ ചെയ്ത പുണ്യം എന്തൊക്കെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അസ്സിയാമു ജുന്നത്തും മിനന്നാർ. നോമ്പെടുക്കുക എന്ന് പറയുന്നത് അതൊരു പരിചയാണ്. നിങ്ങൾക്ക് ഒരു രക്ഷാകവചമാണത്. ഏതുപോലെ കജുന്നതി അഹദികും മിനൽ ഖിതാൽ. ഘോരമായ യുദ്ധം നടക്കുമ്പോൾ വെട്ടിൽ നിന്നും കുത്തിൽ നിന്നെല്ലാം നിങ്ങളെ സംരക്ഷിക്കാൻ പരിച നിങ്ങൾക്കെങ്ങനെ ഉപകരിക്കുന്നുവോ അതുപോലെ നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നോമ്പിന് കഴിയും. ഈ ഒരു പുണ്യമാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ ഇവിടെ ചെയ്തത്. പിന്നെ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ തബിഅ അൽ ജനാസത ഹത്താ യുസല്ലി അലൈഹ വയഫ്റഗു മിൻ ദഫനിഹ ഫഇന്നഹു യർജിഉ ബിഖീറാതൈനി കുല്ലു ഖീറാത്തും മിൻ മിസ്ല ഉഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമായ സഹോദരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് കൂടി അതിനുശേഷമുള്ള കർമ്മങ്ങളിൽ മുഴുവൻ അവൻ പങ്കെടുത്ത്, അങ്ങനെ പങ്കെടുത്ത് മടങ്ങുമ്പോൾ അവൻ മടങ്ങുന്നത് 2 ഖീറാത്തൈനി കൊണ്ടാണ്. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് പർവ്വതത്തിനോളം സമാനമായ പുണ്യമാണ്. ഈ ഒരു പുണ്യമാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ ഇവിടെ ചെയ്തത്. പിന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സഹായിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പുണ്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം,
അന്ന റജുലൻ, നിശ്ചയം ഒരു മനുഷ്യൻ, ഷക്ക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവലാതിപ്പെട്ടു. ഖസ്വത ഖൽബിഹി, ഹൃദയം വളരെ കഠോരമാണ്, വലിയ പരുക്കമാണ്, ലോലമായ ഒരു ഹൃദയമില്ല, ആരോടും മയമായി അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. എന്തു ചെയ്യണമെന്ന് മഹാനായ നബി തങ്ങളോട് ആവലാതിപ്പെട്ടപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇംസഹ് റഅ്സൽ യതീം, അനാഥനായ, അപ്പയില്ലാത്ത, പിതാവില്ലാത്ത ഒരു യതീമായ കുട്ടിയെ നീ അവൻ്റെ തല നിൻ്റെ കൈകൊണ്ടൊന്ന് തടവുക, അത് നിൻ്റെ ഹൃദയം ലോലമാകാൻ കാരണമാകും. പിന്നെ പറഞ്ഞു, വഅത്ഇമിൽ മിസ്കീന, പാവപ്പെട്ട ദരിദ്രനായ ഒന്നിനും കഴിവില്ലാത്ത ഒരു മനുഷ്യന് നീ ഭക്ഷണം നൽകുക, അത് മുഖേനയും നിൻ്റെ ഹൃദയം ലോലമാകാൻ കാരണമാകും. ഈ ഒരു പുണ്യമാണ് മഹാനായ സയ്യിദ്ന അബൂബക്കർ തങ്ങൾ ഇവിടെ ചെയ്തത്. പിന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ തൻ്റെ മുസ്ലിമായ സഹോദരൻ രോഗിയായി കിടക്കുമ്പോൾ ആ രോഗിയെ രാവിലെ സമയത്ത് ആരെങ്കിലും അവനെ സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ അവനക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും, വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വൈകുന്നേര സമയത്ത് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ രാവിലെയാകുന്നത് വരെ 70,000 മലക്കുകൾ അവന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു ഹദീസുകളിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങളാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ ഇവിടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ വലിയ പുണ്യമുണ്ടെന്നും അത് സ്വർഗപ്രവേശനം കിട്ടാൻ ഒരു കാരണമാകുമെന്നും ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.